സ്പോർട്സ് ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന ഹാറൂൺ റഷീദ്. US-ലും കാനഡയിലൊക്കെയായിട്ട് നടന്ന ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയി. വളരെ വിജയകരമായി റിപ്പോർട്ട് ചെയ്ത് തിരിച്ചു വന്നിരിക്കും. നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ പറഞ്ഞേക്കാൻ സാധിച്ചത് നമ്മളൊരു വിജയമായിട്ട് കാണുന്നു. അദ്ദേഹം പോവുകയും വളരെ ഭംഗിയിൽ ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഹാറൂണിന്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മളൊക്കെ കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി തോന്നിയത് ഹാറൂണിന്റെ വീഡിയോകളാണ്. ഞാനത് വേറെ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കളി എന്നതിലപ്പുറത്തേക്ക് അവിടുത്തെ മറ്റു കാഴ്ചകളും അവിടുത്തെ ജീവിതങ്ങളൊക്കെ ഹാറൂണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചു. ഇന്ത്യയിലേക്കാളേറെ റിലീജിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ നാടാണ് US. ഒരു മുസ്ലിം ആണെങ്കിൽ ആൾക്കാരുടെ മുസ്ലിംസ് സത്വം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇവിടുത്തെ പോലെ ഭരണകൂടത്തിന്റെ പ്രശ്നമില്ല. പിന്നെ പല സ്ഥലത്തും മദ്യം വിൽക്കാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഉണ്ടാവും. ഒക്കെ എനിക്ക് തോന്നുന്നു A-ക്ലാസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡാണ്. അവര് വിസ കൊടുക്കുമ്പോൾ എല്ലാ മേഖലയിലുള്ള A-ക്ലാസ് ആളുകളൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു കാർപ്പൻറ്റർ വേണമെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റായ 2 കാർപ്പൻറ്റർമാർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ക്വാളിറ്റി അതിൽ കാണാണ്ട് ഏറ്റവും മൈന്യൂട്ട് കാര്യത്തിൽ വരെ ഹെവി പെർഫെക്ഷൻ. ലൈഫിലായാലും ഭക്ഷണത്തിലായാലും സ്വഭാവത്തിലായാലും. പിന്നെ കളി മറ്റൊരു വശത്തെ കളി പിന്നെ നമ്മളെല്ലാവരും ഇവിടുന്ന് കാണുന്ന പോലെ കാണും. നമ്മൾ പിന്നെ പ്ലേയേഴ്സിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, മെസ്സി ഇവരുടെയൊക്കെ അവസാന ലോകകപ്പാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കരഞ്ഞു പോകണത് നമ്മൾ കണ്ട്. പിന്നെ കളിന്റെ മുൻപ് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മാച്ചിന്റെ തലേ ദിവസം നടക്കുന്ന പ്രസ് മീറ്റുകൾ. അപ്പൊ നമ്മള് അവരുടെ അർജന്റീന ഫുട്ബോൾ ആണെങ്കിൽ അവരുടെ ഫുട്ബോൾ ഫെഡറേഷന്റെ ആളുകൾ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുക. നമ്മൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ആശ്ചര്യം. അങ്ങനെ പല നമ്മൾ കളി കാണുന്നതിനപ്പുറത്ത് നമുക്ക് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് അവരുടെ ഈജിപ്ഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ സെനഗൽ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ഫെഡറേഷൻ ഭാരവാഹികളുമായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ താരങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഉപകാരപ്പെട്ടു. അങ്ങനെ എല്ലാ ഫുട്ബോൾ ഫെഡറേഷൻ ആളുകൾ നമ്മൾ കണ്ടു, അവരുടെ കോണ്ടാക്ട് ഒക്കെ മേടിച്ചു, അവരുടെ വാർത്തകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു വൈൽഡ് എക്സ്പീരിയൻസ് ആണ്.